കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി സമവായ ചർച്ചയ്ക്ക് സർക്കാർ. ഗവർണർ തിരിച്ചെത്തിയാൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്താനാണ് നീക്കം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജുവും ഗവർണറെ ഇക്കാര്യത്തിൽ കണ്ടേക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, വലിയ പ്രക്ഷോഭമാണ് ഗവർണറും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടായിരുന്നത്. അത് കേരള സർവകലാശാല വിഷയത്തിൽ ആണ് പ്രധാനമായും അത്തരം തർക്കങ്ങൾ ഉണ്ടായത്. കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് കേരള VC-യുമായും തർക്കങ്ങൾ നിലവിലുണ്ട്. പക്ഷേ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ കാര്യത്തിൽ ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണറുമായിട്ടുള്ള തർക്കങ്ങൾ പരമാവധി കുറയ്ക്കാൻ ഉള്ള ശ്രമങ്ങൾ കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗവർണർ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ നിയമമന്ത്രിയും അതിനുള്ള ആലോചനകൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരള സർവകലാശാല മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ, ആ സർവകലാശാലകളുടെ VC-മാർ, ഒപ്പം തന്നെ അവിടുത്തെ ഭരണകാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരും VC-മാരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള അന്തരം തുടരുന്നൊരു സാഹചര്യമുണ്ട്. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ മാസം നടന്ന ഒരു പരിപാടിയിൽ ഭാരതാംബ കാവിക്കൊടി ഏന്തിയ ചിത്രം വെച്ചതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദം രജിസ്ട്രാറും VC അടക്കമുള്ളവർ ഉണ്ടാവുകയും ആ വിഷയം പിന്നീട് രാജ്ഭവൻ വരെ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ ഒരു അനുരഞ്ജന നീക്കത്തിന് ഒരുങ്ങുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ഗവർണർ ഇല്ല. രാജ്ഭവനിലേക്ക് അദ്ദേഹം അടുത്ത ദിവസം തന്നെ മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹവുമായി ഒരു ചർച്ചയ്ക്ക് സർക്കാർ ഒരുങ്ങുകയാണ്. എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു സമവായ നീക്കത്തിലൂടെ ഒരു പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയായി വരിക. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മന്ത്രി തരികയും ചെയ്തിട്ടുണ്ട്. VC-യുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്, ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിൽ രാജ്ഭവൻ കൂടി ഇടപെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ചാൻസലർ കൂടിയായ ഗവർണറെ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തും. നേരിട്ട് മന്ത്രി എന്ന നിലയിൽ താൻ ഗവർണറെ കാണുമെന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഒപ്പം തന്നെ നിയമമന്ത്രി പി രാജീവും രാജ്ഭവനിലെത്തി ഗവർണറെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതുവഴി പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു അനുരഞ്ജന നീക്കത്തിലും സമവായത്തിലൂടെയും സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാനാണ് പ്രധാനമായും ആലോചിക്കുന്നത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഒരു യോഗം തലസ്ഥാനത്ത് ചേർന്നിരുന്നു. ഓൺലൈനായിട്ടാണ് യോഗം. ഈ യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒപ്പം തന്നെ വിവിധ സർവകലാശാല VC-മാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചേരുന്നു. ഈ യോഗത്തിന് ശേഷം കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ നേരിട്ട് മന്ത്രിയെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാണ്. അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി, ആ സസ്പെൻഷൻ നടപടി അംഗീകരിക്കും വരെ തന്റെ നിലപാട് തുടരുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ സർവകലാശാലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു VC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണറെ അപമാനിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തിൽ ഓഫീസിൽ അനധികൃതമായി പ്രവേശിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗവർണറോടുള്ള അനാദരവാണ് എന്ന് VC ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് അംഗീകരിക്കാതെ യാതൊരു രീതിയിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്കും താൻ ഇല്ല എന്നുള്ളതാണ് VC മന്ത്രിയെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം? സർവകലാശാലയിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധി തുടരുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് രാജ്ഭവനുമായി നടത്താൻ പോകുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അനുരഞ്ജന നീക്കത്തിന് സർക്കാർ ഒരുങ്ങുന്നത്. അതിന് വരും ദിവസങ്ങളിൽ തന്നെ കളമൊരുങ്ങും. ഒപ്പം തന്നെ അതിന് മധ്യസ്ഥയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും. വിനോദ്, തീർച്ചയായും സർവകലാശാലകളിലെ ഭരണസ്തംഭനം ഒഴിവാക്കാനായി കേരള സർക്കാർ മുൻകൈ എടുക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിലുള്ള കേരള ഗവർണർ തിരികെ എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി മന്ത്രിതലത്തിൽ തന്നെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അതുപോലെ തന്നെ നിയമമന്ത്രി പി രാജീവ് എന്നിവരാണ് ഇക്കാര്യത്തിൽ ഗവർണറെ കാണാനായി ഒരുങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും എസ് ശാലിനി.